എന്താ? അയ്യേ, ഇതെന്ത് കോലം? ഇവിടത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ഷോ ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കടാ. ഇതെന്താ ഇത്? മലയാളം. അക്ഷരം മലയാളോ? മേം പൂജാനു ദോ സലാം തോ പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? ശബ്ദമല്ല, ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്. ഇത് വായിക്കാൻ. मैं पूजानु दो सलाम दो प्यार करना है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी मौत ही देख लेंगे क्या? നീ ആരാ? ഗബ്ബർ സിംഗോ? കക്കാന്ന് വിളിക്കാൻ? ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോകുന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്. നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്കാം. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീട്ടി എറിയടാ. തലയിലിട്ട് ഞോണ്ടാതടി. എന്താ ഇത്? सोनारे, ये छोटा कागज है. मेरा पास कोरा कागज है. എന്താ പറ്റി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൻ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ, കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് കാണമില്ലാത്ത മേ പൂജാനും ദോ സലാം ദോ പ്യാർ കർത്താ ഹാ. ക്യാ സാലേ ഉള്ളൂ की पट्टी क्या बोलता है? നീ വായിച്ചു തരാമ്മ. ഊമ വായിച്ചു തരാമ്മ. എന്താ ചൂടാവണം? ചൂടാവാതെ പോടാ. ഞാൻ തന്നില്ല എന്റെ ജീവിതം. എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? വൃത്തികെട്ടവൻ. അതിനിടയ്ക്ക് അതും ചെയ്താ? പഞ്ചാബിയാ. എന്താടാ സലാം വെക്കടാ? പഴയ ഗംഗാധരനല്ല, ബന്ധുക്കാരനാ. സലാം സാബ്. മുതലാളി. മുതലാളി, മുതലാളി, മാറി നിൽക്കടാ, പൊതി തുടരുത്. മുതലാളി, അകത്തേക്ക് കയറല്ലേ, പുറത്തേക്ക് വെക്കൂ. എടാ, അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. പിന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. മാറി നിൽക്കടാ. ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. തെറ്റിപ്പോയി. അനന്തരവൻ അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവനെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരും ഇന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര, മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകാം. പറയാൻ നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? ഗൂർക്കേ? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കയെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോ തെണ്ടി? മുമ്പിന്ന് എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നുവിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ.
മോനെ എന്താടാ സുഖം തന്നെയല്ലേ? ഇവൻ നിന്റെ ആരാധന പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. അം 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 മാവു 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 വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി, അമ്മാവൻ എന്നല്ലേ? Correct. അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം സംസാരിച്ചു. നീ ആദ്യമായിട്ട് ഒന്നുകൂടി സംസാരിച്ചേ. ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു സാബ്. എടാ ആക്ട് ചെയ്യണ സത്യം പറയണോ? നീ ഊമയല്ലേ? അല്ല, സത്യമല്ലേ ഇവർക്കറിയാം. മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. എന്താ ഒരു എല്ലുടിയാണ് ഒച്ച കേട്ടത്? എല്ലാം ഒടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. വിടറാ കൈ. ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതച്ചില്ലടാ. ഗംഗാര ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ. നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് ഇത് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ. കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ ഒന്ന് പതുക്കെ പറ. അവനകത്തുണ്ട് സിക്കന്ദർ. ചിക്കന്ദർ അല്ല മട്ടന്തർ വന്നാലും ജനിക്കാനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ, കടപ്പുറം. കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു. 5,000 സാലറി. ഇതാ പോരെ? ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ഈ 5,000 എന്ന് പറഞ്ഞ എത്രയാ? 5,000. കൊടുക്കോ? കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ. 5,000 അനക്കണ്ട. 5,000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആദരണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാല്ലേ? ഞാൻ പോട്ടെ.